എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് എനിക്ക് രാവിലെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. മുസ്ലിം സുഹൃത്തെന്ന് പറയാൻ പാടില്ല, സുഹൃത്തെന്നേ പറയാൻ പാടുള്ളൂ. എൻ്റെ സുഹൃത്ത് എന്നോട് ക്ഷമിക്കട്ടെ. ഞാൻ പറയാൻ പോകുന്ന കാര്യം കൃത്യമായി ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ പറഞ്ഞേ പറ്റൂ എന്നതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം എന്നോട് പറയുന്നു, വളരെ സന്തോഷത്തിലാണ്, രാവിലെ പത്രം വായിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കോൾ വന്നത്. അതെ, നിങ്ങളുടെ നെതന്യാഹു ഉണ്ടല്ലോ, ഞാനൊരു നെതന്യാഹു പക്ഷക്കാരനാണ്, ഇസ്രായേൽ പക്ഷക്കാരനാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. നിങ്ങളുടെ നെതന്യാഹു ന്യൂയോർക്കിൽ വന്നിറങ്ങിയാൽ ഞങ്ങളുടെ മേയറുണ്ടല്ലോ മംദാനി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. അതിനുവേണ്ടി ഉള്ള നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, വീട്ടിലേതാ പത്രം? അത് മാധ്യമം. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം. പിന്നെ ഒരു കാര്യം ചെയ്യും, കൂട്ടത്തിൽ ദേശാഭിമാനി കാണോ? അല്ല, രണ്ടിലേതെങ്കിലും ഒന്ന് പോരെ? ശരിയാണല്ലോ, CPIM എന്ന് പറഞ്ഞാൽ മുസ്ലിം നാക്കി വെച്ചിരിക്കുന്ന പാർട്ടിയുടെ പത്രവും ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രവും തമ്മിൽ കണ്ടന്റിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. ഏതായാലും അത് മാത്രം വായിക്കുന്നതിൻ്റെ കുഴപ്പമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, ഞങ്ങളുടെ മേയറുണ്ടല്ലോ, തിരുവനന്തപുരത്തെ മേയർ BV രാജേഷ്, മേയറിനെ കുറിച്ച് പക്ഷേ ഈ സുഹൃത്തിന് വലിയ അഭിപ്രായം കേട്ടോ. കാരണം പുള്ളിക്ക് കേരളത്തിലെ മറ്റ് മേയർമാരുടെ ഒന്നും പേരറിയാൻ വയ്യ. ആകെ രാജേഷിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം രാജേഷിനെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി ക്യാമറയും കുന്തവും കുടച്ചക്രവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പിന്നാലെ പോയി രാജേഷിന് ഭയങ്കര ഹൈപ്പായി. കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ, ഏറ്റവും ജനകീയനായ, ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് VV രാജേഷായിട്ട് മാറി. അതിന് രാജേഷ്, നിങ്ങൾ മാധ്യമങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു, രാജേഷ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അറിഞ്ഞായിരുന്നോ? ഇല്ല, എന്താ? എന്തെങ്കിലും നല്ല കാര്യമായിരിക്കും, പട്ടിയൊക്കെ പിടിച്ചല്ലോ. ഞാൻ പറഞ്ഞു, പട്ടിയെ പിടിച്ചത് മാത്രമല്ല, പട്ടിയെ പിടിച്ചപ്പോൾ വേറെ ചില പേപ്പട്ടികൾക്ക് കലിയിളകി സമരം ചെയ്ത്, ചില കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത കുറേ പാർട്ടികൾ വന്നിട്ട് സമരം ചെയ്യുന്നത് പോലെ ചില ആളുകൾ വന്ന് സമരം ചെയ്യുന്നത് കണ്ടില്ലേ? അത് പറഞ്ഞാൽ അവർക്കൊന്നും വേറെ പണിയെന്തില്ല. പിടിച്ച പട്ടിയൊക്കെ അവളുമാരുടെ വീട്ടിലോട്ട് പറഞ്ഞു വിടണം. നിൽക്കുക, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറയാം, രാജേഷ് എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, രാജേഷും നിയമവിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുക. അതെന്തിന്? ഞാൻ പറഞ്ഞു, ഇത് ഈ നമ്മുടെ ട്രംപ് ഉണ്ടല്ലോ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ് എങ്ങാനും ഇന്ത്യയിൽ വന്നാൽ ട്രംപിനെ അറസ്റ്റ് ചെയ്ത് ഊളംപാറയിൽ അടയ്ക്കാൻ, ഊളംപാറയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കാൻ വല്ല മാർഗവും ഉണ്ടോയെന്ന് രാജേഷ് നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. പുള്ളി പറഞ്ഞു, അതെന്തിന്? രാജേഷ് എന്ത് കാര്യം? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മംദാനിക്ക് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കാമെങ്കിൽ രാജേഷിനെ ആലോചിച്ചുകൂടെ? അതുപോലെയാണോ രാജേഷ് ട്രംപിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല? ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ്, രാജേഷ് ഒരു മേയറല്ലേ. അപ്പോൾ പിന്നെ മംദാനി പിന്നെ അമേരിക്കൻ പ്രസിഡന്റാണ്? മംദാനി അമേരിക്കയിലെ VV രാജേഷാണ്, ഒരു മേയറാണ്. തിരുവനന്തപുരം പോലെ ഒരു സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി, അവിടുത്തെ സാധാ മേയറാണ്. മേയറിന് നഗരപിതാവ് എന്ന നിലയിലുള്ള ഒരു കോട്ടൊക്കെ ധരിച്ച് പ്രത്യേക ചില അധികാരങ്ങളും പ്രോട്ടോക്കോൾ വൈസ് ചില പദവികളൊക്കെ ഉണ്ട്. ആ കോർപ്പറേഷൻ്റെ നിയമപ്രകാരം, അതിൻ്റെ നിയമപ്രകാരം പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. പോലീസിൻ്റെ അധികാരമില്ല, പട്ടാളത്തിൻ്റെ അധികാരമില്ല. ന്യൂയോർക്ക് പോലീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ രാജേഷിൻ്റെ ഉത്തരവനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളല്ലാത്തതുപോലെയാണ് മംദാനിയുടെ കീഴിലുള്ള ന്യൂയോർക്ക് പോലീസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മംദാനിക്ക് പോലീസിൽ ഒരു കാര്യവും ഇല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെയാണോ? പിന്നെ മംദാനി അങ്ങനെ ചുമ്മാ പറയുമോ? ഞാൻ പറയുമല്ലോ, മംദാനി എന്തോ ഒരു കാര്യമില്ലാതെ മാധ്യമം പത്രം മാധ്യമം പത്രം എഴുതുന്നൊക്കെ ശരിയാണെന്നാണോ എൻ്റെ പൊന്നു ചങ്ങാതി നിങ്ങൾ കൂട്ടിയിരിക്കുന്നത്? അങ്ങനെ പറയരുത്, ഞങ്ങളുടെ പത്രമാണ്. ശരി, ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നൊരു കോടതി 1998 റോ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം 2002 റോ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം 2002 നിലവിൽ വന്നതാണ്. അതിന് വലിയ അധികാരമൊന്നുമില്ല. പല രാജ്യങ്ങളും അത് ആ കരാറിൽ, ആ സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ചിട്ടില്ല. ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല, ചൈന ഒപ്പുവെച്ചിട്ടില്ല, അമേരിക്ക ഒപ്പുവെച്ചിട്ടില്ല, ഇസ്രയേൽ ഒപ്പുവെച്ചിട്ടില്ല. പിന്നെ ചങ്ങാതി, നിങ്ങൾക്കറിയാമോ എന്താണ്? ഇവരൊക്കെ ഒപ്പുവെക്കത്തില്ല, നിങ്ങളൊക്കെ സയനിസ്റ്റ് പക്ഷക്കാരല്ലേ. ഞാൻ പറഞ്ഞു, അതപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ടൊരു രാജ്യമുണ്ട്, അതാര്? പാകിസ്ഥാൻ ഒപ്പുവെച്ചിട്ടില്ല. പുള്ളി ഒന്ന് ചമ്മി. അങ്ങനെ ഞാൻ പാകിസ്ഥാനോട് ഇഷ്ടമുള്ള ആളൊന്നുമല്ല. എനിക്കറിയാം. ശരി, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മാധ്യമം വായിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട് നിങ്ങൾക്ക് പാകിസ്ഥാനോട് ഇഷ്ടമൊന്നും പാകിസ്ഥാൻ പോലും ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ട്
അതിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾക്ക് മാത്രമാണ് ബാധകം. അമേരിക്ക ICCയിൽ ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് ICCയുടെ ഉത്തരവ് പാലിക്കാൻ അമേരിക്കയ്ക്ക് ഒരു ബാധ്യതയുമില്ല. അപ്പോൾ നെതന്യാഹു അമേരിക്കയിൽ വന്നാൽ ICCയുടെ വാറണ്ട് എങ്ങനെയാണ് നെതന്യാഹുവിന് ബാധകമാവുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ട കൂട്ടുകാരാ. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതാണ്, രാജേഷാണ്, ന്യൂയോർക്ക് സിറ്റിയിലെ രാജേഷാണ് മംദാനി. അത് മുസ്ലിമാണ് എന്നതുകൊണ്ട് പുള്ളി അമേരിക്കൻ പ്രസിഡന്റ്, ഭാവി അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ നിങ്ങൾ തള്ളിമറിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ കണ്ട ജനിച്ച ഒരു മീര നെയ്യാരോ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കുണ്ടായി പോയ മകനാണ് മംദാനി എന്ന് പറയുന്നുണ്ട്. എന്തു ആവട്ടെ, VD സതീശനെ പോലെ സൗജന്യ ബസ് യാത്രയൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളാണ്. അതൊക്കെ നടപ്പായോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതുപോലെയൊക്കെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ന്യൂയോർക്കിലെ VB രാജേഷാണ് മംദാനി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഫെഡറൽ പോലീസിൽ ഒരു സ്വാധീനവും ഇല്ല. രണ്ടാമത്തത്, ഒരു രാജ്യം സന്ദർശിക്കുന്ന വിദേശ രാഷ്ട്രത്തലവന് ഇന്ത്യയിലേക്ക് നെതന്യാഹു വന്നാൽ അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. അത് ലോക രാജ്യങ്ങളെല്ലാം പരസ്പരം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നെതന്യാഹുവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അതല്ല, ഇനി മംദാനി അവിടുത്തെ കുറേ നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ വെർഷനായിട്ടുള്ള കുറേ ആളുകളെയും പിടിച്ചുകൊണ്ട് നെതന്യാഹു വരുമ്പോൾ ഇന്ന് ഇയാളെ പിടിച്ചേക്കാം, മൂട്ടുകാല് തല്ലി ഓടിച്ചേക്കാം എന്ന് പറഞ്ഞ് കുറേ ആളുകളെ പറ്റുമെങ്കിൽ ഒരു കള്ളിമുണ്ടും പച്ച ബെൽറ്റും ഒക്കെ ഇട്ട് വിളിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അരിപ്പയാവും, അരിപ്പ. നെതന്യാഹുവിൻ്റെ പ്രൊട്ടക്ഷന് CIA മാത്രമല്ല, മൊസാദും ഉണ്ട്. ഇസ്രായേലിൽ നിന്ന് വരുന്ന നല്ല ചൊടക്കുട്ടന്മാരായ പിള്ളേരുണ്ട്. അവരെടുത്തിട്ട് അലക്കും. മംദാനിനെ പിന്നെ പടത്തിൽ പോലും കാണാൻ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല മംദാനി. മംദാനി ഇങ്ങനൊരു കീറങ്ങോട്ട് കയറിയപ്പോൾ വെള്ളിമാട് കുന്നിൽ നിന്നിറങ്ങുന്ന മാധ്യമവും മുക്കാൽ മീഡിയയും ആനന്ദ തുന്തിലിതരായി. അങ്ങനെ വാക്കുണ്ടോ? ഉണ്ട്. അങ്ങനെ രോമാഞ്ച കഞ്ചുകമണിഞ്ഞു. ആഹ്ലാദം കൊണ്ട്, എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറയുന്നു. ആരെങ്കിലുമൊക്കെ നെതന്യാഹുവിനെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ, ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ, തട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ഒരുത്തന്നെ അവിടെ ഇരുന്ന് പുളുവടിച്ചപ്പോൾ രോമാഞ്ചം വരുന്നു. സത്യത്തിൽ ഇതൊക്കെ വാർത്തയാക്കാമോ? കാരണം അടിക്കുന്ന ഗീർവാണമാണ്, വെറും പൊളിയാണ്, നടപ്പാക്കാൻ ഒരു സാധ്യതയില്ല എന്നതാണെന്ന് ഉറപ്പുണ്ടായിട്ടും മംദാനി ഇങ്ങനെ ഓരോ ഊളത്തരം പറയുന്നു. അതിവിടെ പ്രധാന വാർത്തയാക്കി സോഷ്യൽ മീഡിയയിൽ തള്ളുന്നു. അത് കണ്ടിട്ട് കുറേ സുഡാപ്പി കുഞ്ഞുങ്ങളും ജമായത്തുകാരും ആഹ്ലാദിക്കുന്നു. അയ്യോ, ഇപ്പോൾ ശരിയാക്കും, ഞങ്ങളുടെ ഗ്യാസയിലെ കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, സ്ത്രീകൾ, ഇവരെയൊക്കെ ശരിയാക്കിയ നെതന്യാഹുവിനെ, നമ്മുടെ ഒരു ചെറുക്കൻ അവിടെ വന്നപ്പോൾ അവരെ ഇപ്പം ശരിയാക്കും എന്നൊക്കെ പറയുന്നു. എന്തൊരു കഷ്ടമാണ്, എന്തൊരു വിവരക്കേടാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ICCയുടെ കാര്യം പറഞ്ഞില്ലേ, ICC വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് പുട്ടിനുണ്ട്. പുട്ടിന് എതിരെയുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ അറസ്റ്റ് ചെയ്ത് ജയിലിടും എന്നാണ് ICC പറയുന്നത്. അങ്ങ് ചെന്നാൽ മതി. അതുപോലെ നെതന്യാഹു കൂടാതെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന യോഗ് ഗാലന്റിനെതിരെയുണ്ട്. സുഡാൻ്റെ മുൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീറിനെതിരെയുണ്ട്. പ്രീ ട്രയൽ ചേംബർ, അതായത് വിചാരണയ്ക്ക് മുമ്പ് നെതന്യാഹുവിനെ പിടിച്ചുകൊണ്ട് വന്ന് കൂട്ടിക്കെട്ടി വിചാരണ ഇട്ടിട്ട് തൂക്കിക്കൊല്ലണം. അതാണല്ലോ ICCയുടെ നിയമം. അതിന് പക്ഷേ ട്രയലിന് കിട്ടുന്നില്ല. അതുകൊണ്ട് ട്രയലിന് മുമ്പേ ഒരു വാറണ്ട് പുറപ്പെടുവിച്ചു. ഈ വാറണ്ട് വേണം എന്ന് പറഞ്ഞ ചങ്ങാതിയുടെ പേരൂടെ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഖരീം ഖാൻ എന്നാണ്. ഖരീം ഖാൻ, മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ സുഹൃത്തിന് പറ്റിയ ആളാണ്, ഞാൻ പറഞ്ഞു കൊടുത്തു. ഖരീം ഖാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രോസിക്യൂട്ടറാണ്, അമേരിക്കക്കാരനാണ്, പാകിസ്ഥാനിയാണ്. അയാളാണ് ഈ ICCയുടെ പ്രോസിക്യൂട്ടർമാരിൽ ഒരാളാണ്. ചീഫ് പ്രോസിക്യൂട്ടർ ആയിരുന്നു. എന്തുകൊണ്ടാണ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറയാം. കയ്യിലിരിപ്പ് നല്ലതാണ്. എല്ലാ ഈ പന്നിക്കൂട്ടത്തിൻ്റെയും സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അയാളാണ് ഈ പ്രീ ട്രയൽ കോടതിക്ക് ഒരു അപേക്ഷ കൊടുത്തത്. അത് നെതന്യാഹുവിനെ പിടിക്കാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അയാൾക്കൊരു വാറണ്ട് പുറപ്പെടുവിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ കരീം ഖാൻ പറഞ്ഞപ്പോൾ കോടതി ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്തു. ആ വാറണ്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എന്തിനാണ് നെതന്യാഹു അമേരിക്ക വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ന്യൂയോർക്കിൽ കൂടും. അതിനുവേണ്ടി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ 2 മാസം കൂടെ കഴിഞ്ഞാൽ നെതന്യാഹു ന്യൂയോർക്കിൽ വരും. അപ്പോൾ അങ്ങോട്ട് പിടിച്ച് അറസ്റ്റിലാക്കാന്നാണ് മംദാനി പറയുന്നത്. അതാണ് മാധ്യമം തള്ളുന്നത്. ഇനി കരീം ഖാൻ്റെ കാര്യം പറയാം. ബാക്കി കരീം ഖാൻ ഇപ്പോൾ അഡ്വക്കേറ്റ് എന്നുള്ള പേര് കൂടും. അയാളുടെ ബാർ സ്റ്റാറ്റസ് ബോർഡ് ബ്രിട്ടൻ റദ്ദാക്കി. അതായത് നമ്മുടെ ഇവിടെ സന്നദ്ധ കളയുന്ന പോലെ ഇയാളുടെ കരീം ഖാൻ്റെ സന്നദ്ധ വെട്ടിക്കളഞ്ഞു.
അതായത് എന്നിട്ട് എന്താ കാരണം അറിയോ, ഇയാൾ ഈ ഹേഗിലെ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ ചീഫ് പ്രോസിക്യൂട്ടർ ആയിരിക്കുമ്പോൾ തൻ്റെ അസിസ്റ്റൻറ്റിനെ പീഡിപ്പിച്ചു. മിടുക്കനാ, ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ. അസിസ്റ്റൻറ്റിനെ പീഡിപ്പിച്ചു, അസിസ്റ്റൻ്റ് പരാതി കൊടുത്തു. അവർ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ലോകത്തെമ്പാടെ നെതന്യാഹുവിനെ പോലെയുള്ള ക്രിമിനൽസിനെ ശിക്ഷിക്കണമെന്ന് വാദിക്കുന്നവൻ ലോകോത്തര ശിക്ഷ. അവൻ്റെ അടുത്ത് സാരി ഉടുത്തും ചുരിദാറിട്ടും ഒന്നും പെണ്ണുങ്ങൾക്ക് മുടി നീട്ടി വളർന്ന ഒരാൾക്കും പോകാൻ പറ്റില്ല. അവൻ കയറി പീഡിപ്പിച്ചു, അതിനെതിരെ പരാതി കൊടുത്തു, അവനെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ സ്വന്തം രാജ്യമായ ബ്രിട്ടൻ ഇയാളുടെ സന്നദ്ധം വെട്ടി. ആ ചങ്ങായി കൊടുത്ത പരാതിയാണ്. ഇതിനിടയ്ക്ക് വേറെ കാര്യമുണ്ട്. ഈ മംഗോളിയ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്, മംഗോളിയ ഈ ICCയിൽ പോയി ഒപ്പുവെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ICCയുടെ വാറണ്ട് നടപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ള, റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാണ് മംഗോളിയ. പക്ഷേ 2024 സെപ്റ്റംബർ 2-3 തീയതികളിൽ അവിടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ വന്നിറങ്ങി. ICC നിയമപ്രകാരം പുടിനെ അപ്പം തന്നെ മംഗോളിയ പിടിച്ച് കൈയും കാലും കൂച്ചുവലങ്ങിട്ട് ജയിലിലിട്ട് 4 ഇടിയും കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ മംഗോളിയ എന്ത് ചെയ്തറിയോ, റെഡ് കാർപ്പറ്റ് വിരിച്ച് ചുവന്ന പരവതാനി വിരിച്ചാണ് സ്വീകരിച്ചത്. ICC പോയി പണിയോക്കടെ എന്ന് പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വരുമ്പോഴാണ് പിന്നെ അമ്മൂമ്മയുടെ ICC. അവർ എന്തിനാണെന്നറിയോ, ജപ്പാനെതിരെ പണ്ട് റഷ്യൻ സൈന്യവും മംഗോളിയൻ സേനയും ഒരുമിച്ച് യുദ്ധം ചെയ്ത് വിജയം നേടിയ ഖാൽഖിൻ ഗോൾ യുദ്ധവിജയത്തിൻ്റെ 85ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ് പുടിൻ വന്നത്. അപ്പോൾ മംഗോളിയ ICCയിലെ അംഗമായിട്ടും പുടിനെ അറസ്റ്റ് ചെയ്തില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്ത് പറഞ്ഞ അതെ, എൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നു, ആരോ വിളിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വരാവേ എന്ന് ഇപ്പോൾ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ചങ്ങാതി രാവിലെ പോയതാണ്. പക്ഷേ ഇതുവരെ തിരിച്ചു വിളിച്ചിട്ടില്ല. ഇതാണ് ചില വാർത്തകളുടെ നിജസ്ഥിതി. പിന്നെ ഇവർക്ക് ചിലവുണ്ടല്ലോ, കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും, നെതന്യാഹുവിനെ തട്ടി, നെതന്യാഹു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്ത് AI വെച്ച് ഇമേജ് ഉണ്ടാക്കി രസിക്കുന്നില്ല. ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചില വർത്തമാനങ്ങൾ കൂടി നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകാം. ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ.